ഹലോ ഗൈസ്, SK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്ന ഒരു ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ തേങ്ങ തന്നെ ചിരണ്ടി പറ്റിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. അമ്മച്ചിയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളയിലോട്ട് വെച്ചാണ് നടക്കുന്നത്. അടുക്കളയിലോട്ട് പോകാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് 5 തേങ്ങ ചിരണ്ടി മിക്സിയിലടിച്ച് വെച്ചിരിക്കുകയാണ്. അത് വേവിച്ചിട്ട് പിഴിഞ്ഞ് പാലെടുത്തിട്ടാണ് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയായിട്ട് എടുക്കുന്നത്. നമ്മളിത് കുറ്റിയടപ്പ വെച്ച് വേവിച്ചിട്ട് അത് തുകർത്തിൽ പിഴിഞ്ഞാണ് പാലെടുക്കുന്നത്. പാലെടുത്തിട്ടാണ് വറ്റിക്കുന്നത്. അപ്പോഴാണ് നന്നായിട്ട് നല്ല വെളിച്ചെണ്ണ കിട്ടും. അത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. നല്ല വെളിച്ചെണ്ണ നമുക്കാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ 5 തേങ്ങ മിക്സിയിലടിച്ചിരിക്കുന്നത്, ചിരണ്ടിയൊക്കെ. അത് ഞങ്ങൾ പുറത്ത് കുറ്റിയടപ്പ വെച്ചാണ് വേവിക്കുന്നത്. വേവിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ പിഴിഞ്ഞെടുത്ത് പാല് പറ്റിച്ച് എണ്ണയാക്കുന്നത്. ഇത് നല്ലപോലെ തിളച്ച് വേകണം. വെന്താലാണ് പാല് കൂടുതലായിട്ട് കിട്ടുന്നത്. അന്നേരമാണ് നമുക്ക് എണ്ണ കൂടുതൽ കിട്ടുകയുള്ളൂ. വേകണം. മങ്കലത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മളിത് കണക്കിന് ഇത് വേവിക്കാൻ വെച്ചിരുന്നത് നന്നായിട്ട് കണക്കിന് വെന്തിട്ടുണ്ട്. ഒരു ചുമപ്പ് നിറമൊക്കെ ആയിട്ടുണ്ട്. നമ്മളത് ഇനി തുകർത്തിൽ പിഴിഞ്ഞ് പാലെടുത്താണ് ഇനി എണ്ണയാക്കി എടുക്കുന്നത്. ഇത് നന്നായിട്ട് ആറിയിട്ട് വേണം പിഴിയാൻ. ഒരു തുണിക്കകത്തോട്ട് എടുത്തിട്ട് നല്ലപോലെ നെക്കി പിഴിഞ്ഞ് പാലെടുത്തിട്ടാണ് നമ്മളിത് പറ്റിക്കുന്നത്. അന്നേരം എണ്ണയാകുള്ളൂ. ഇതല്ലാതെ നമ്മൾ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് പാലെടുത്ത് വറ്റിച്ചെന്നാൽ നമുക്ക് എണ്ണ കുറച്ചാൽ കിട്ടുകയുള്ളൂ. അതിനാണ് ഈ വേവിച്ച് ഇത് ഈ നിറത്തിലെടുത്തിട്ട് നമ്മൾ തുണിയിൽ പൊഴിഞ്ഞ് പാലെടുത്ത് എണ്ണയാക്കുന്നത്. വേവിച്ച് വെച്ചത് ഞങ്ങളിതേ തുണിയിൽ പിഴിയണത്. ഈ പീരെ വേവിച്ചില്ലായിരുന്നു എണ്ണയാക്കാനായിട്ട്. അത് ഞങ്ങളിതേ തുണിയിൽ പിഴിയണത്. ഇങ്ങനെ പിഴിഞ്ഞ് പാലാക്കി എടുത്തിട്ടാണ് പറ്റിക്കുന്നത്. ഒരു ചെറിയ ചൂടോടെ പിഴിഞ്ഞാലേ നമുക്ക് പാല് കിട്ടുകയുള്ളൂ. അത് കൈ ഇച്ചിരി കൊള്ളും, എന്നാലും സാരമില്ല. തണുത്ത് പോയാൽ ശരിയാവില്ല. ഇച്ചിരി ചെറു ചൂടോടെ പിഴിയണം. ഒരു 5 തേങ്ങ വേവിച്ച ഇതാണ് ഞങ്ങൾ ഈ പിഴിയുന്നത്. അത് മായയില്ലാത്ത എണ്ണയാകാനാണ് ഞങ്ങളിത് പാലാക്കി എടുക്കുന്നത്.
ഇത് തിളച്ച് വറ്റിയാണ് എണ്ണയാക്കി എടുക്കുന്നത്. നമ്മൾ ഈ എണ്ണ തെളിയാനായിട്ട് ഇതിൽ ചിരട്ട കത്തിച്ച കരി ഇതിലേക്ക് ഇടുകയാണ്. ഇപ്പം എണ്ണയായിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ലേശം കൂടെ ഇത് മൂത്താൽ മതിയാകും. അപ്പം നമുക്ക് എണ്ണയായിട്ടുണ്ട് കേട്ടോ. എണ്ണയാണ് ഇതായി കിടക്കുന്നത്. അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളിത് തേങ്ങ വേവിച്ച് എണ്ണയ്ക്ക് എടുത്തതാണിത്. എണ്ണ ഉരുക്കി തേങ്ങ ആ പാല് പിഴിഞ്ഞെടുത്തത് ഉരുക്കി എണ്ണയാണ് ഇത്. എന്ത് നല്ല മണമാണ് ഈ എണ്ണക്കെന്നറിയോ? അയ്യോ കൈ കൊള്ളണം ഉണ്ടാ. ഇനി നമുക്ക് കുപ്പിയിലാക്കണമെങ്കിൽ തണുത്തിട്ട് വേണം കുപ്പിയിലാക്കാൻ. ഒരു 5 തേങ്ങ ഉരുക്കിയ എണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. അതൊരു നാഴി എണ്ണ, അതായത് ഒരു 250 മില്ലി എണ്ണ 5 തേങ്ങയുടെ എണ്ണ ഉരുക്കിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഉരുക്കിയിട്ട് അത് നമുക്കിനി തണുത്തിട്ട് കുപ്പിയിലാക്കി നമുക്കത് കറക്റ്റ് ചെയ്യാം. തേങ്ങ ഉരുക്കുന്ന എണ്ണക്ക് എന്ത് നല്ല മണാണെന്നറിയാമോ? നമ്മൾ 5 തേങ്ങ ചിരണ്ടി വേവിച്ച് പാലെടുത്തിട്ട് ഉരുക്കിയ എണ്ണയാണ് ഈ ഇരിക്കുന്നത്. അത് 250 ഗ്രാം എണ്ണയുണ്ട്. ഞങ്ങൾ ഇവിടെ ഉരുളിക്കകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് അളന്നിട്ട്.